ഹലോ മക്കളെ, നമ്മുടെ 7th ചാപ്റ്റർ എക്കണോമിക് തോട്ട് സമ്പദ്ശാസ്ത്ര ചിന്തകളാണ് നമ്മൾ ഇന്നത്തെ സെഷനകത്ത് നോക്കുന്നത്. അപ്പൊ മക്കളെ, എന്താണ് പ്രൊഡക്ഷൻ? നമുക്കറിയാം, നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ എന്താ, നമ്മൾ യൂണിഫോം ഉപയോഗിക്കും, അതുപോലെ നമ്മുടെ അടുത്ത് ബാഗ് ഉണ്ടാവും, ബാഗിനകത്ത് കുറെ ബുക്സ് ഉണ്ടാവും, പെന്ന് പെൻസിൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്യും അല്ലെ. അതുപോലെ എന്താ, സ്കൂളിൽ പോയാൽ ടീച്ചർമാർ നമുക്ക് ക്ലാസ്സസ് എടുത്തു തരും. പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് കടകൾ കാണും, കടക്കകത്ത് ഒരുപാട് സാധനങ്ങൾ കാണും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഉൽപാദനം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതുപോലെ മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട്, ഇപ്പൊ നമുക്ക് എന്താ എഴുതാൻ ബുക്ക് വേണം അല്ലെ, അപ്പൊ എന്താ ബുക്ക് ഉണ്ടാക്കണ്ടേ. അതുപോലെ മനുഷ്യരുടെ പല ആവശ്യങ്ങൾ, ഭക്ഷണമോ പാർപ്പിടമോ വസ്ത്രമോ, അങ്ങനെ ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, പല രീതിയിലുള്ള സാധനങ്ങൾ അല്ലെ, അല്ലെങ്കിൽ ഗുഡ്സ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പറയാം, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി വസ്തുക്കൾ ഉണ്ടാക്കുന്നതിനെയും അതുപോലെ തന്നെ സേവനങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെ. ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ്, മനുഷ്യരുടെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് സാധനങ്ങളും സേവനങ്ങളും ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്, ആ ഒരു പ്രക്രിയ നമ്മൾ പറയുന്ന പേരാണ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ എന്നുള്ളത് അല്ലെ. നമ്മൾ എന്താ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലെ, ചിലപ്പോൾ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താ, ചെറിയ ചെറിയ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുകയാണ്, നമ്മൾ അത് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ആദ്യം ഒരു ഫാക്ടറിയിൽ ഒരു ഇമേജ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്? ഇവിടെ നടക്കുന്നത് പ്രൊഡക്ഷൻ ആണ് അല്ലെ. ഇവരിവിടെ ടാബ് ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്? പ്രൊഡക്ഷൻ ആണ്. കാരണം എന്താ, അവരവിടെ ടാബ് അല്ലെങ്കിൽ ആ ഒരു വസ്തു അവരവിടെ നിർമ്മിക്കുകയാണ്. മനുഷ്യരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി അവരവിടെ ഒരു സാധനം ഉൽപ്പാദിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു കർഷകനെ കാണാം അല്ലെ, നമുക്കൊരു ഫാർമറിനെ കാണാം. ആള് ചെയ്യുന്നത് എന്താണ്? ആള് കുറച്ച് നെൽച്ചെടികളൊക്കെ നടുവാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നെല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അല്ലെങ്കിൽ അരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അരി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്? ഒരു രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ആണ്. നമുക്ക് നേരെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം എന്ത് കാണാൻ പറ്റും? ഒരു ക്ലാസ് റൂം അല്ലെ, അവിടെ ഒരു ടീച്ചർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താ? ഇവിടെ ടീച്ചർ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? സാധനങ്ങൾ, വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ടീച്ചേഴ്സ് സ്കൂളിനകത്ത് എന്താ, ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സാധനങ്ങൾ നമുക്ക് തൊടാൻ പറ്റുന്ന രീതിയിൽ ഒരു സാധനങ്ങളും ടീച്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പക്ഷെ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്? ടീച്ചേഴ്സ് ചെയ്യുന്നത് എന്താണ്? ഒരു സേവനമാണ് അല്ലെ. ടീച്ചർമാർ എന്താണ് ചെയ്യുന്നത്? കുട്ടികൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, സേവനം ചെയ്യുകയാണ്. അപ്പൊ ഈ സേവനം നമുക്ക് എന്തിന്റെ കീഴിൽപ്പെടുത്താൻ പറ്റും? പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനത്തിന് കീഴിൽ വരും. അതുപോലെ തന്നെ നമുക്ക് താഴെ ഒരു പോലീസ്മാനെ തന്നിട്ടുണ്ട്. അപ്പൊ പോലീസ് ചെയ്യുന്നത് എന്താ? പോലീസ് എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? ബുക്കോ പേന പെൻസിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ പോലീസ് ചെയ്യുന്നത് എന്താണ്? സേവനമാണ്. ഒരു സേവനമാണ് പോലീസ് ഒരു സൊസൈറ്റിക്കകത്ത് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ചെയ്യുന്നത്, പോലീസുകാർ ചെയ്യുന്നതും ടീച്ചർ ചെയ്യുന്നതും എന്ത് തന്നെയാണ്? പ്രൊഡക്ഷൻ തന്നെയാണ്. കാരണം എന്താ, പ്രൊഡക്ഷന്റെ കീഴിൽ സർവീസ് കൂടെ ഉൾപ്പെടും, സേവനം കൂടെ ഉൾപ്പെടും. അപ്പൊ ടോട്ടൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രൊഡക്ഷൻ എന്നുള്ളത് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ വസ്തുക്കളും സേവനങ്ങളും അടങ്ങുന്ന ആ ഒരു പ്രക്രിയയാണ് നമ്മൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറയുകയാണെങ്കിൽ പ്രൊഡക്ഷന്റെ കേസിൽ നമ്മളിപ്പോ ഒന്ന് ആലോചിക്കാൻ, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്, നമ്മളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്, ഉൽപ്പാദിപ്പിക്കാൻ പോവുകയാണ്, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഏതൊരു പ്രൊഡക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിലും അവിടെ പ്രധാനമായിട്ടും 4 ഫാക്ടേഴ്സ് ഉണ്ടാവും, 4 ഘടകങ്ങൾ ഉണ്ടാവും. 4 ഘടകങ്ങൾ ഏതൊരു പ്രൊഡക്ഷനകത്തും ഉണ്ടാവും. ആ 4 ഘടകങ്ങളാണ് നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദന പ്രക്രിയക്ക് ആവശ്യമായ ഘടകങ്ങൾ എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ് ഈ 4 കാര്യങ്ങൾ? നമ്മളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക, നമുക്ക് എന്തൊക്കെ അവിടെ ആവശ്യം വരും? ഒന്നാമത്തെ അല്ലെ, ലാൻഡ് അല്ലെങ്കിൽ ഭൂമി. നമ്മളിപ്പോ ഒരു കൃഷി തുടങ്ങാൻ പോവാണ്, നമ്മൾ നെൽകൃഷി തുടങ്ങാൻ പോവാണ്. നമുക്ക് ആദ്യം എന്ത് വേണം? നമുക്ക് ഭൂമി വേണം അല്ലെ, സ്ഥലം വേണം. നമുക്ക് വിത്തിടാൻ അല്ലെങ്കിൽ എന്താ, നെല്ല് നടാനായിട്ട് നമുക്ക് സ്ഥലം വേണം. അതാണ് നമ്മുടെ ലാൻഡ് എന്നുള്ളത്. നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ലാൻഡ് അല്ലെങ്കിൽ ഭൂമി എന്നുള്ളത്. പിന്നെ നമുക്ക് എന്ത് വേണം? രണ്ടാമത്തെ നമുക്ക് ലേബർ വേണം അല്ലെങ്കിൽ തൊഴിൽ വേണം, തൊഴിലാളികൾ വേണം അല്ലെ. സ്ഥലം മാത്രം ഉണ്ടെങ്കിൽ തന്നെ അവിടെ കൃഷി ഉണ്ടാവുമോ? ഇല്ല. നമുക്ക് സ്ഥലം വേണം, അതിനുശേഷം നമുക്ക് തൊഴിൽ അല്ലെങ്കിൽ തൊഴിലാളികൾ നമുക്ക് ആവശ്യമാണ്, ലേബർ നമുക്ക് ആവശ്യമാണ്. ദെൻ തേർഡ് നമുക്ക് എന്ത് വേണം? ക്യാപിറ്റൽ വേണം അല്ലെങ്കിൽ മൂലധനം വേണം. എന്താണ് മൂലധനം? നമ്മളൊരു ബിസിനസ് അല്ലെങ്കിൽ എന്ത് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് അവിടെ ഒരുപാട് രീതിയിലുള്ള പൈസ ചെലവുണ്ടാവും അല്ലെ. ഇപ്പൊ എന്താ, ഒരു കൃഷി തുടങ്ങുകയാണെങ്കിൽ എന്താ, കൃഷിക്ക് ആവശ്യമുള്ള വിത്തുകളും വളങ്ങളൊക്കെ വാങ്ങിക്കണ്ടേ. അപ്പൊ അതിനവിടെ നമുക്ക് പൈസ ആവശ്യമുണ്ട്. അല്ല, നമ്മളിപ്പോ ഒരു ഫാക്ടറി ആണ് തുടങ്ങുന്നതെങ്കിൽ ഫാക്ടറിക്കകത്ത് പല രീതിയിലുള്ള മെഷീൻസ് നമുക്ക് ആവശ്യമായി വരും. അപ്പൊ മെഷീൻസ് വാങ്ങാൻ നമുക്ക് എന്ത് വേണം?
പൈസ വേണം. അപ്പൊ പൈസയാണ് നമ്മൾ ഈ ബിസിനസിന്റെ ഈ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്സിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം എന്നുള്ളത് അല്ലെ. നമ്മുടെ പിക്ചറിനകത്ത് എന്താ ക്യാപിറ്റൽ കാണിച്ചിരിക്കുന്നത്? എന്താ ഒരു ഫാക്ടറിയിലെ മെഷീൻസും സാധനങ്ങളൊക്കെയാണ് ഇവിടെ ക്യാപിറ്റൽ. കാരണം ആ ഫാക്ടറി സംബന്ധിച്ച് അവിടുത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ഈ മെഷീൻസും കാര്യങ്ങളും പരിപാടികളൊക്കെ വേണം. നാലാമത്തെ പോയിന്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിലെ നാലാമതാണ് ഓൺട്രപ്രീനർ അല്ലെങ്കിൽ സംഘാടനം അല്ലെങ്കിൽ സംഘാടകൻ. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പൊ ലാൻഡ് ഉണ്ട്, നമുക്കിപ്പോ സ്ഥലമുണ്ട്, അവിടെ പണിക്കാരും വന്നു, ലേബർ റെഡിയായി, അതുപോലെ തന്നെ നമ്മുടെ ക്യാപിറ്റൽ ഉണ്ട്, നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, സാധനങ്ങൾ വിത്ത് എല്ലാം റെഡിയാണ്. പക്ഷെ നമുക്ക് എന്തുകൂടി വേണ്ടി വരും? ഓൺട്രപ്രീനറും കൂടെ വേണ്ടി വരും, ഒരു സംഘാടകൻ കൂടി വേണ്ടി വരും. എന്താണ് സംഘാടകൻ എന്നുള്ളത്? ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കി നടത്താൻ നമുക്ക് ഒരാൾ വേണ്ടേ? എന്നാലല്ലേ നല്ല രീതിയിൽ അത് നടക്കത്തുള്ളൂ. ആരും നോക്കാതെയൊക്കെ നടക്കുകയാണെങ്കിൽ എന്താ കൃഷിക്കാരെ അല്ലെങ്കിൽ പണിക്കാരെ ചിലപ്പോൾ തോന്നിയതുപോലെയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ നല്ല രീതിയിലൊന്നും അത് നടക്കണമെന്നില്ല. അപ്പൊ ഇതെല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കി നടത്തുന്നതിനെയാണ് നമ്മൾ ഓൺട്രപ്രീനർ അല്ലെങ്കിൽ സംഘാടനം എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ നാല് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളത്. ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ഓൺട്രപ്രീനർ ഉണ്ട്. ഇത് നമ്മൾ നോക്കുന്നത് റിവാർഡ്സ് ഫോർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മളിപ്പോ 4 ഫാക്ടേഴ്സ് പറഞ്ഞല്ലോ, പ്രൊഡക്ഷനകത്ത് നമ്മൾ 4 ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ 4 ഫാക്ടേഴ്സിന് പല രീതിയിലുള്ള പ്രതിഫലങ്ങൾ നമ്മൾ തിരിച്ച് കൊടുക്കേണ്ടി വരും. ഇതിനൊക്കെ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറയില്ല. അതുപോലെ തന്നെ ഈ 4 ഫാക്ടേഴ്സിന് എന്താണ് 4 രീതിയിലുള്ള റിവാർഡ്സ് അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ഒന്നാമത്തത് എന്താ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ മുതൽ മുടക്കിനും പലിശ. നമ്മൾ പറഞ്ഞു നമ്മുടെ കയ്യിൽ എന്ത് വേണം? ക്യാപിറ്റൽ വേണം. ക്യാപിറ്റൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ കയ്യിൽ എന്ത് വേണം? പൈസ വേണം അല്ലെ. അപ്പൊ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലോൺ എടുക്കും അല്ലെ. നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചതിന്റെ പലിശ കൊടുക്കണം. അതാണ് എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിലും നമ്മൾ തിരിച്ച ക്യാപിറ്റലിന് പ്രതിഫലം മാർക്ക് കൊടുക്കേണ്ടി വരും. തിരിച്ച ബാങ്കിനോ ഒരു കൊടുക്കേണ്ടി വരും. അതാണ് എന്ത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലെങ്കിൽ മുതൽ മുടക്കിന് നമ്മൾ പലിശ കൊടുക്കേണ്ടതായിട്ട് വരും. അടുത്തേതാ? പ്രോഫിറ്റ് ഓഫ് ദ ഓൺട്രപ്രീനർ, സംഘാടകന്റെ ലാഭം അല്ലെ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ഏത് ബിസിനസ്സിനാണെങ്കിലും അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു പ്രൊഡക്ഷൻ സംഭവിക്കണമെങ്കിൽ അവിടെ ഓൺട്രപ്രീനർ വേണം, ഒരു സംഘാടകൻ വേണം. നമുക്കറിയാം നമ്മളെല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനാ ഉറപ്പായിട്ട് പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും അല്ലെ. എന്താ ലാഭം കിട്ടുന്നുള്ള ചിന്തയിലാണ് എല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ലാഭം എന്നുള്ളത് ആർക്കാണ് കിട്ടുക? ലാഭം കിട്ടുന്ന ആളാരാണ്? ഓൺട്രപ്രീനർ ആണ്, സംഘാടകനാണ് ആ ബിസിനസ്സിലെ ലാഭം കിട്ടുന്നത്. അതാണ് നമ്മുടെ രണ്ടാമത്തെ റിവാർഡ്, പ്രോഫിറ്റ് ഓഫ് ദ ഓൺട്രപ്രീനർ അല്ലെങ്കിൽ സംഘാടകന്റെ ലാഭം എന്നുള്ളത്. അടുത്ത ഏതാ? വേജസ് ഓഫ് ദ ലേബർ, തൊഴിലാളിയുടെ വേതനം. നമ്മളിവിടെ പറഞ്ഞു എന്താ? തൊഴിലാളികളുണ്ട് അല്ലെ. നമുക്ക് എന്ത് വേണം? ഒരു പ്രൊഡക്ഷൻ ആണെങ്കിൽ നമുക്ക് അവിടെ തൊഴിലാളികൾ വേണം. തൊഴിലാളികൾ ഫ്രീ ആയിട്ട് വരുമോ? ഇല്ല. തൊഴിലാളികൾക്കൊപ്പം നമ്മൾ തിരിച്ചെന്ത് കൊടുക്കേണ്ടി വരും? നമ്മൾ തിരിച്ചവർക്ക് വേതനം അല്ലെങ്കിൽ വേജസ് കൊടുക്കേണ്ടതായിട്ട് വരും, തൊഴിലാളികളുടെ വേതനം. അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ ഫാക്ടർ ഉണ്ടായിരുന്നു ലാൻഡ് എന്നുള്ളത്. ലാൻഡ് ഇപ്പൊ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. ചില സമയത്ത് എങ്ങനെയായിരിക്കും? നമ്മൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്? എല്ലാവർക്കും സ്വന്തമായിട്ട് സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്ത് സമ്പ്രദായം ആയിരുന്നു ഉണ്ടായിരുന്നത്? പാട്ടത്തിനെടുക്കും അല്ലെ. എന്നിട്ട് പാട്ടത്തിനെടുക്കുമായിരുന്നു. അവര് റെന്റിന് സ്ഥലം, വാടകയ്ക്ക് സ്ഥലം എടുക്കുമായിരുന്നു. അങ്ങനെ എടുക്കുന്ന സമയത്ത് എന്താ? നമ്മൾ എന്താണ്? ആ സ്ഥലത്തിന്റെ വാടക അതിന്റെ ഉടമസ്ഥന് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇതാണ് 4 രീതിയിലുള്ള റിവാർഡ്സ് എന്ന് പറയുന്നത്. 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മുടെ അടുത്തുണ്ട്. ആ 4 ഫാക്ടേഴ്സിനും ഓരോരോ രീതിയിലുള്ള റിവാർഡുകൾ അല്ലെങ്കിൽ പ്രതിഫലങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും. ലാൻഡിന് എന്തായിരുന്നു നമ്മൾ കൊടുത്തത്? റെന്റ് അല്ലെ. നമ്മുടെ കയ്യിൽ നിന്ന് റെന്റ് നമ്മൾ തിരിച്ച് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ലേബറിനാണെങ്കിലോ തൊഴിലാളികളെ വിളിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് തിരിച്ച് വേജസ്, ശമ്പളം കൊടുക്കേണ്ടി വരും. ക്യാപിറ്റൽ ആണെങ്കിൽ നമ്മൾ പൈസ കടമെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പലിശ തിരിച്ച് ബാങ്കിന് കൊടുക്കേണ്ടതായിട്ട് വരും. നമുക്ക് തിരിച്ച് കിട്ടുന്ന ഒരേ ഒരു സാധനം എന്താണ്? പ്രോഫിറ്റ് ആണ് അല്ലെ. ലാഭം മാത്രമാണ് തിരിച്ച് ഓൺട്രപ്രീനറിന് കിട്ടുന്നത്. അപ്പൊ ഇതാണ് 4 രീതിയിലുള്ള നമ്മുടെ റിവാർഡ്സ് എന്നുള്ളത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ 4 പ്രതിഫലങ്ങൾ അല്ലെങ്കിൽ 4 റിവാർഡ്സ് എന്നുള്ളത്. ഇനി അതുപോലെ നമ്മൾ ടോട്ടലി എക്കണോമിക് പ്രോസസ്, ഈ മൊത്തത്തിൽ നമ്മൾ പറയുന്ന ഈ പ്രൊഡക്ഷനും നമ്മളിപ്പോ ബിസിനസ് ഒക്കെ ചെയ്യുകയാണെങ്കിലും ഈ പ്രൊഡക്ഷൻ മാത്രം ചെയ്താൽ ബിസിനസ് കഴിഞ്ഞോ? ഇല്ലല്ലേ. പ്രൊഡക്ഷൻ എന്തുണ്ടാവുക? നമ്മളൊരു സാധനം ഉൽപ്പാദിപ്പിക്കുക. ഇപ്പൊ ഞാനൊരു ചെരുപ്പ് കമ്പനി തുടങ്ങുകയാണെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ, ഉൽപ്പാദനം എന്നുള്ള സ്റ്റേജിൽ എന്താ? ഞാൻ ചെരുപ്പ് ഉണ്ടാക്കി, എന്റെ കയ്യിലൊരു 100 ജോഡി ചെരുപ്പുകൾ ഉണ്ടാവും. അത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ബിസിനസ് നടക്കോ? ഇല്ല. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്താണ്? അതാണ് വിതരണം അല്ലെങ്കിൽ
ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് അല്ലെ. എന്റെ കയ്യിലുള്ള ചെരുപ്പുകൾ ഞാൻ എന്ത് ചെയ്യും, പല മാർക്കറ്റുകളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, പല ഡീലേഴ്സിന് കൊടുക്കും, അല്ലെങ്കിൽ പല കടകളിലേക്ക് നമ്മൾ എന്റെ കയ്യിലുള്ള 100 ജോഡി ചെരുപ്പുകൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, വിതരണം ചെയ്യും. അതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജ്. ആദ്യം നമ്മൾ ഉത്പാദിപ്പിക്കും, പ്രൊഡ്യൂസ് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, അതിനെ വിതരണം, നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പൊ എന്തായി, നമ്മുടെ ചെരുപ്പുകളൊക്കെ ഇപ്പൊ കടയിൽ എത്തിയിട്ടുണ്ട്. അടുത്ത സ്റ്റേജ് എന്താണ്, ഉപഭോഗം. വെരി ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. കൺസെപ്ഷൻ. നമ്മൾ കുറെ പ്രൊഡ്യൂസ് ചെയ്ത് കടകളിലൊക്കെ എത്തിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മാത്രം മതിയോ? ഇല്ല, അത് ആൾക്കാർ വാങ്ങി കൺസ്യൂം ചെയ്യണം. അതെന്താണ്, അത് ആൾക്കാർ വാങ്ങിച്ച് ഉപയോഗിക്കണം, ഉപഭോഗം സംഭവിക്കണം. അപ്പൊ മാത്രമാണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ നടക്കത്തുള്ളൂ. എന്നാൽ മാത്രമാണ് എന്തുണ്ടാവത്തുള്ളൂ, ഈ ഉപഭോഗം കൂടി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ മുന്നേ പറഞ്ഞ ഓണ്ടർപ്രീനറിനുള്ള ആ ഒരു പ്രോഫിറ്റ്, ആ ഒരു ലാഭം സംഘാടകര് കിട്ടുള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ ടോട്ടൽ ആയിട്ടുള്ള എക്കണോമിക് പ്രോസസ് എന്ന് പറയുന്നത്. 3 സ്റ്റേജസ് ആണ്. ഉൽപാദനം, നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുക, ദെൻ എന്ത് സംഭവിക്കും, വിതരണം അല്ലെ, നമ്മളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ദെൻ ഉപഭോഗം അല്ലെങ്കിൽ കൺസപ്ഷൻ, നമ്മളത് വാങ്ങി ഉപയോഗിക്കുക. അപ്പൊ ഇത് 3 നമ്മുടെ എക്കണോമിക് പ്രോസസ്സിലുള്ള 3 സ്റ്റേജസ്. ഇത് നമ്മൾ പറയാണ് എക്കണോമിക്സ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, എക്കണോമിക്സ്. നമ്മൾ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് നമുക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഹിസ്റ്ററി, ജോഗ്രഫി നമുക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ഇനിയിപ്പോ എക്കണോമിക്സ് എന്താണ്, സാമ്പത്തിക ശാസ്ത്രം എന്താണ് സാമ്പത്തിക ശാസ്ത്രം. നമ്മളിപ്പോ മുന്നേ പറഞ്ഞ 3 പ്രോസസ് ഉണ്ടല്ലോ, എന്തൊക്കെയായിരുന്നു? പ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു അല്ലെ, പ്രൊഡ്യൂസ് ചെയ്യുക, ദെൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക, ദെൻ കൺസപ്ഷൻ അല്ലെങ്കിൽ ഉപഭോഗം. അപ്പൊ ഈ 3 കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന ആ ഒരു സയൻസിലെ ഒരു ബ്രാഞ്ച്, ആ ബ്രാഞ്ച് സ്റ്റഡിയാണ് നമ്മുടെ എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്നുള്ളത്. അതായത് അവർ എന്തിനെ പറ്റിയൊക്കെ പഠിക്കുന്നത്, അവർ പഠിക്കുന്നത് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ അല്ലെ. എന്തൊക്കെയാണ്? ഉൽപാദനം ഉണ്ട്, വിതരണം ഉണ്ട്, ഉപഭോഗം ഉണ്ട്. ഇതിന് 3 പറ്റി പഠിക്കുന്ന ആ ഒരു ശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്നുള്ളത്. ഓക്കെ അല്ലേ? Then economic decisions are taken by analyzing the basic problems in an economy. നമ്മൾ പറയാണ്, നമ്മളൊരു രാജ്യം എടുത്ത് നോക്കുക, നമ്മുടെ രാജ്യം എടുത്ത് നോക്കുക, ഇന്ത്യ എടുത്ത് നോക്കുക. നമുക്കറിയാം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് നേഷൻ ആണ് അല്ലെ, ഒരു വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പൊ നമ്മുടെ രാജ്യത്താണെങ്കിൽ ഒരുപാട് രീതിയിലുള്ള എക്കണോമിക് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്താ ഫൈനാൻഷ്യൽ ഇഷ്യൂസ്, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യക്കും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെ എന്താ ഇന്ത്യയിലെ പല രീതിയിലുള്ള എക്കണോമിക് ഡിസിഷൻ, സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഗവൺമെന്റ് ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ഇഷ്യൂസ് ആദ്യം ഒന്ന് അവരൊന്ന് നോട്ട് ചെയ്യും. അതായത് എന്തൊക്കെ ഇഷ്യൂസ് ആണ് ആദ്യം നമ്മുടെ രാജ്യത്തുള്ളത്, അത് നോക്കിക്കൊണ്ട് മാത്രമാണ് അതിന് ചേരുന്ന രീതിയിലുള്ള എക്കണോമിക് ഡിസിഷൻ ഒരു രാജ്യത്ത് എടുക്കുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് ഒരു രാജ്യത്തുള്ള സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് 3 ചോദ്യത്തിലൂടെയാണ്. അതായത് നമ്മുടെ അടുത്തൊരു 3 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 3 ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഈ 3 ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അതിലെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരു എക്കണോമിയിലുള്ള ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയാണ്, നമുക്കൊരു 3 ക്വസ്റ്റ്യനിലൂടെ നമുക്ക് ആ പ്രോബ്ലംസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. എന്താണ് ഉത്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിൽ നമ്മളത് ഉത്പാദിപ്പിക്കണം. ഇപ്പൊ നമ്മളിത് സെയിം നമ്മളെ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം, നമ്മൾ ചെരുപ്പിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ എല്ലാ ബിസിനസ് തുടങ്ങാനുള്ള ഐഡിയ ഒക്കെ മനസ്സിലൊക്കെ റെഡിയായി, പൈസ സാധനങ്ങളൊക്കെ റെഡിയായി. അപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ 3 കാര്യങ്ങൾ നോക്കണം അല്ലെ. ഒന്നാമത്തെ കാര്യം എന്താ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഉത്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിൽ. അത് ഓൾറെഡി എന്താ തീരുമാനിച്ചു, എന്താണ് ഉത്പാദിപ്പിക്കേണ്ടത്, ചെരുപ്പ് ഉത്പാദിപ്പിക്കണം. എത്ര അളവിൽ, എത്ര ചെരുപ്പുകൾ ഉത്പാദിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉത്പാദിപ്പിക്കണം. ചെരുപ്പ് ഉണ്ടാക്കണം, കൈ കൊണ്ട് ഉണ്ടാക്കണോ, മെഷീൻ കൊണ്ട് ഉണ്ടാക്കണോ, എങ്ങനെയാണ് ചെരുപ്പ് ഉണ്ടാക്കേണ്ടത്. അതുപോലെ തന്നെ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെരുപ്പ് ഉണ്ടാക്കുന്നത്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണോ, ഇല്ല വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ, ഇല്ല വേറെ ഏതെങ്കിലും കാറ്റഗറിക്ക് വേണ്ടിയിട്ടാണോ. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ആ ഒരു എക്കണോമിക് പ്രോസസ് അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്. എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്ര എണ്ണം പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ മനസ്സിലാവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എവിടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ആ സ്ഥലത്തിനെ പറ്റി നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാവണം അല്ലെ. നമ്മളിപ്പോ കോഴിക്കോട് ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് എന്താ, കോഴിക്കോടുകാർക്ക് ഇനി എന്തായിരിക്കും ആവശ്യം, അല്ലെങ്കിൽ കോഴിക്കോട് ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അത് സക്സസ് ആവും. അവിടെയാണ് നമുക്ക് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉത്പാദിപ്പിക്കണം എന്നൊരു ഐഡിയ കിട്ടുക. അപ്പൊ ഞാൻ വിചാരിച്ചു കോഴിക്കോട് ചെരുപ്പ് കമ്പനി തുടങ്ങാൻ
ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് കിട്ടി. ഹൗ മച്ച് ടു പ്രൊഡ്യൂസ്, എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര ചെരുപ്പുകൾ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ എന്ത് നോക്കണം? കോഴിക്കോടിൽ ആകെ എത്ര ആൾക്കാരുണ്ടെന്നൊക്കെ അറിയണം അല്ലെ. കോഴിക്കോടിൽ എന്താ 1000 പേരാണെങ്കിൽ എന്താ നമ്മളൊരു 3000 ചെരുപ്പ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ എന്താ നമ്മൾ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലത്തിനെ ആശ്രയിച്ചിട്ടായിരിക്കും എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക. അതുപോലെ തന്നെ അല്ലേ സമൂഹത്തിന്റെ ആവശ്യം അതുപോലെ തന്നെ എന്താ ഉൽപ്പന്നത്തിന്റെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ പാലിക്കേണ്ടതാണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന കോഴിക്കോട് എന്താ, കോഴിക്കോട് ആകെ 1000 പേരുള്ളൂ വിചാരിക്കുക. ആകെ 1000 പേരുള്ളെങ്കിൽ നമുക്ക് അവിടെ എത്ര 3000 പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് അവിടെ ഒരു യൂസും ഉണ്ടാവില്ല. 2000 പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതും യൂസ് ഇല്ല. അപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമൂഹത്തിൽ എത്ര ആവശ്യമുണ്ട്, നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ സ്ഥലത്ത് എത്രത്തോളം ആ സാധനത്തിന്റെ ആവശ്യമുണ്ട്, അതിനനുസരിച്ചുള്ള ഒരു അളവിൽ മാത്രമാണ് നമ്മൾ ആ സാധനം ഉൽപ്പാദിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ചെരുപ്പ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 5-10 വർഷം അല്ലെങ്കിൽ ഒരു 10-20 വർഷം മുന്നേക്കാണെങ്കിൽ എന്താ കൂടുതലും കൈകൊണ്ടായിരുന്നു അല്ലെ, ചെരുപ്പൊക്കെ തുന്നിയായിരുന്നു ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പൊ അറിയാൻ എന്താ ടെക്നോളജി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ചെരുപ്പ് കുറച്ചും കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മെഷീൻസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഈ ഹൗ ടു പ്രൊഡ്യൂസിൽ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, മെഷീൻസ് അവൈലബിൾ ആണോ എന്നാൽ പിന്നെ എന്താണ് മെഷീൻസ് ഉപയോഗിച്ച് സാധനം ഉണ്ടാക്കാം അല്ലെ. മെഷീൻസ് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ മനഃപൂർവ്വം കൈകൊണ്ട് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളത് ആ സമയത്ത് നമ്മുടെ സൊസൈറ്റിയിൽ അവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ള സാങ്കേതിക വിദ്യ അല്ലെ, ടെക്നോളജിയും അല്ലെങ്കിൽ വിഭവങ്ങൾ നമുക്ക് അന്നേരം അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളത് നോക്കുക. ഇപ്പൊ പണ്ടൊക്കെ ആണെങ്കിൽ എന്താ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അട്ടോലമിക്കലൊക്കെ ഉപയോഗിക്കായിരുന്നു അല്ലെ. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ എന്താ ഗ്രൈൻഡറും മിക്സിയൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. കാരണം എന്താ നമുക്കതിപ്പം അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഹൗ ടു പ്രൊഡ്യൂസ് ദോശ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഹൗ ടു പ്രൊഡ്യൂസ് നമ്മൾ എന്ത് ചൂസ് ചെയ്തു? നമ്മൾ ഗ്രൈൻഡർ ചൂസ് ചെയ്തു. മാവ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഗ്രൈൻഡർ ചൂസ് ചെയ്തു. അതാണ് ഹൗ ടു പ്രൊഡ്യൂസ്. എങ്ങനെ ഉണ്ടാക്കണം, എന്ത് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മളിപ്പോ ചെരുപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്താ ചെരുപ്പ് ഉണ്ടാക്കാൻ നമുക്ക് കറക്റ്റ് അറിയണോ അല്ലെ, നമ്മൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഏത് സൈസാണ്, അപ്പൊ ചെറിയ സൈസ് ചെരുപ്പായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ചെരുപ്പ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ വേറൊരു സാധനം ഉണ്ടാക്കുന്നത് നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്? ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അവിടെ എന്താ നമ്മൾ പ്രധാനമായിട്ട് എന്താ നമ്മുടെ സൊസൈറ്റിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ സൊസൈറ്റിയുടെ ആവശ്യങ്ങളാണെങ്കിൽ ഒരിക്കലും തീരാനൊന്നും പോകുന്നില്ല അല്ലെ. നമുക്കിപ്പോ എത്ര സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് തോന്നും അത് ഇവിടെ ഇല്ലല്ലോ, ആ രാജ്യത്തുള്ള ആ സാധനം ഇവിടെ ഇല്ലല്ലോ. നമുക്ക് എപ്പോഴും എന്തായിരിക്കും, നമുക്ക് എപ്പോഴും പിന്നെയും വേറെ സാധനങ്ങൾ വേണമെന്നുള്ള ഒരു ചിന്തയ്ക്കായിരിക്കും. പക്ഷെ അതിനെല്ലാത്തിനുള്ള റിസോഴ്സസും കാര്യങ്ങളും ടെക്നോളജി ഒന്നും നമ്മുടെ നാട്ടിൽ അവൈലബിൾ അല്ല, ലഭ്യമല്ല. അപ്പൊ തൽക്കാലത്തേക്ക് നമ്മുടെ സൊസൈറ്റിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള രീതിയിൽ ആൾക്കാരുടെ ആവശ്യം നിറവേറ്റാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റും പ്രയോറിറ്റൈസിങ് അവർ വാണ്ട്സ്, നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ നോക്കുകയാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ത് സാധനത്തിനാണ്, അപ്പൊ നമ്മൾ ആ ഒരു സാധനം ഇപ്പൊ നമ്മൾ എന്താ കോവിഡ് ഒക്കെ നല്ല രൂക്ഷമായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് മാസ്ക് എന്നുള്ളത് വലിയൊരു ബിസിനസ്സും കൂടെ ആയിരുന്നു അല്ലെ. എല്ലായിടത്തും എല്ലാ കടകളിലും എന്താ മാസ്ക് ആയിരുന്നു. അപ്പൊ എന്താ മനസ്സിലായി ആ സമയത്ത് എല്ലാവർക്കും മാസ്ക് ആവശ്യമാണ്. അപ്പൊ എന്തുണ്ടായി പ്രയോറിറ്റൈസിങ് അവർ വാണ്ട്സ് എന്നുള്ളത് അവിടുത്തെ ആവശ്യം എന്തായിരുന്നു? മാസ്ക് ആയിരുന്നു. മാസ്ക് വളരെ എല്ലാവർക്കും അർജന്റ് ആയിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. അപ്പൊ എല്ലാവരും മാസ്ക് ഉണ്ടാക്കാൻ നമ്മളത് വിൽക്കാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും കൺസ്യൂം ചെയ്യാനൊക്കെ തുടങ്ങി. അതാണ് നമ്മുടെ പ്രയോറിറ്റൈസിങ് അവർ വാണ്ട്സ് എന്നുള്ളത്. ഇന്ന് നമ്മളിപ്പോൾ പറഞ്ഞു എക്കണോമിക്സ് എന്നുള്ളത്. എക്കണോമിക്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസപ്ഷൻ, ആ 3 പോയിന്റ്സ് അല്ലേ. എന്തൊക്കെയായിരുന്നു? ഉൽപാദനവും പിന്നെ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ, വിതരണവും ഉപഭോഗവും, കൺസപ്ഷൻ. ഈ 3 കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ് എക്കണോമിക്സ് അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോ പറഞ്ഞു വന്നപ്പോ എന്തൊക്കെ ഉണ്ടായി? ഈ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൺസപ്ഷൻ മാത്രമല്ല, അത് മനുഷ്യരെ പറ്റിയും സമൂഹത്തിനെ പറ്റിയും കൂടെ പഠിക്കുന്ന ഒരു പഠനശാഖയാണ്. കാരണം മനുഷ്യന്റെ ആവശ്യങ്ങൾ എന്താണ്, അവർക്ക് ഏത് പ്രോഡക്റ്റാണ് ആവശ്യം, എത്ര അളവിൽ ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ആവശ്യം എന്താണ്, ഒരു മാർക്കറ്റിന്റെ ആവശ്യം എന്താണ്, ആ തുടങ്ങിയ രീതിയിലുള്ള പഠനങ്ങൾ നമ്മുടെ എക്കണോമിക്സിന്റെ കീഴിൽ വരും. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിനകത്ത് ചാപ്റ്ററിൽ നോക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് പാർട്ടിനകത്ത് ചാപ്റ്ററിന്റെ നെക്സ്റ്റ് ഒരു സെഷൻ കൂടെ നോക്കാം. അപ്പൊ അതുവരെ ബൈ മക്കളെ.